മൊത്തം ചാണക നട്ടിട്ട് നല്ല ഭംഗിയിൽ കഴിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓണായി കാണാൻ പറ്റും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഫുഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ പശുവല്ല എരുമേനെ കാണുന്നത് കൂടുതലും വീട്ടിൽ വളർത്തുന്നത്. അത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ചാണകം. ഇത് ഈ വീടിൻ്റെ ഫ്രണ്ട് എല്ലാ വീട്ടിലും ചാണകം മസ്റ്റാ. അവിടെ കുറവാണ് വെച്ചിരിക്കുന്നു. ഇത് കാണില്ലേ, ഇതൊക്കെ കടുക് കേട്ടാ. കടുകും തോട്ടം അത് മൊത്തം കടുക. അത് എല്ലാ തിരക്കിൻ്റെ ഇടയിൽ നമ്മളിങ്ങോട്ട് പോന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് വീണു. ഒന്നും പറ്റിയില്ലേ. വണ്ടിക്ക് ബാക്കിൻ്റെ ബോക്സിനോട് ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആ സ്റ്റിക്കർ ഉണ്ടാവില്ലേ, അത് പകുതി കീറിപ്പോയി. എൻജിൻ മാളിങ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി ചെരിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നേരം കത്തിയേക്കണു. കുറച്ച് കഴിഞ്ഞ് വണ്ടി ഞാൻ വഴിയിലേക്ക് ഓഫ് ചെയ്ത് തുടങ്ങിയപ്പോഴും എൻജിൻ മാളിങ് കാണിക്കുന്നുണ്ട്. കുറച്ച് ഒന്ന് നോക്കി നോക്കാം. അല്ലെങ്കിൽ വാരണാസിയിൽ ഷോറൂമിൽ കയറിയിട്ട് എന്നിട്ട് അവസ്ഥ നോക്കി നോക്കാം വാണി കാണിക്കുന്നത് എന്തിൻ്റെയാന്ന്. പിന്നെ ഫ്രണ്ടിലത്തെ ഇടത്തെ സൈഡിലത്തെ ഷോക്കപ്പ് സ്റ്റമ്മിൻ്റെ ഓയിൽ സീല് പോയിട്ടുണ്ട്. ഓയിലിലേക്കുണ്ട് ചെറുതായിട്ട്. അതെന്തായാലും അവിടെ ഷോറൂമിൽ കൊടുത്തിട്ട് മാറ്റാൻ പറ്റിയെങ്കിൽ മാറ്റാം. അവിടെ ഉണ്ടെങ്കിൽ 2 കിട്ടീന് ഇപ്പോൾ. നോക്കി നോക്കാം. വായതിന് വേറെ ഒന്നും പറ്റിയില്ല. ഞാനിപ്പോൾ വരണ വഴിക്ക് ഒരു മലയാളി ബാംഗ്ലൂരിലുള്ളതാ. പുള്ളിയുടെ വീട് ശരിക്കും മാഹിയ കോഴിക്കോട് ആ ഭാഗങ്ങള്. അപ്പോൾ പുള്ളിയുടെ അക്ഷയ് എന്ന പേര്. അപ്പോൾ പുള്ളി എന്ന് പറയാ എൻ്റെ സെയിം ഏജ് തന്നെയാണ്. അപ്പോൾ ആള് ഇതുപോലെ കുംഭമേള കാണാൻ വേണ്ടിയിട്ട് ബൈക്കിൽ എന്നെ പോലെ ഒരു പ്രാന്തൻ ഒറ്റയ്ക്ക് അവിടുന്ന് റൈഡ് ചെയ്ത് വന്നിരിക്കുക ബാംഗ്ലൂർ ഫാമിലിയായിട്ട് സെറ്റിലാണ്. അപ്പോൾ അവിടുന്ന് പുള്ളി ഇങ്ങോട്ട് ഇതുപോലെ ഒറ്റയ്ക്ക് റൈഡ് ചെയ്ത് വന്നിട്ട് വാരണാസി പോവുക. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞത് രാത്രിയൊക്കെ പുള്ളി ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞത് നോൺ സ്റ്റോപ്പ് ഇല്ലാണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റൈഡ്